പോറ്റി പാരടിപ്പാട്ടിൽ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഇന്നത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തള രാജകുടുംബ അംഗവുമായ പ്രദീപ് വർമ്മയാണ് പരാതി നൽകുക. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? പോറ്റിയെ കയറ്റിയ പാരഡി ഗാനവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ CPM ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും എന്ന കാര്യം അറിയിച്ചിരുന്നു. ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം തന്നെയാണ് ഈ വിഷയം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണമായി അറിയിച്ചത്. അയ്യപ്പന്റെ ഗാനം അല്ലെങ്കിൽ അയ്യപ്പ ഭക്തി ഗാനത്തെ വികലമാക്കി ചിത്രീകരിച്ച് രാഷ്ട്രീയ പ്രചരണത്തിനെ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. ഇന്ന് ഈ വിഷയം ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തു. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള പൊതു നേതാക്കൾ ഉൾപ്പെട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. പന്തളം ഏരിയ കമ്മിറ്റി അംഗവും പന്തളം രാജ കുടുംബാംഗവുമായ പ്രദീപ് വർമ്മയാണ് ഇലക്ഷൻ കമ്മീഷനെ ഈ പാരഡി ഗാനത്തിനെതിരെ പരാതി നൽകുന്നത്. ഈ ഗാനത്തിന്റെ പ്രചരണം തടയണമെന്നും ഇനി ഈ രീതിയിൽ ഈ ഗാനത്തെ ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായും പരാതി നൽകുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത്. ഒരു മതപരമായ ബിംബത്തെ അതല്ലെങ്കിൽ ഒരു മതപരമായ അതീവ പ്രാധാന്യമുള്ള ഒരു ബിംബത്തെ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്ന തരത്തിൽ തന്നെയാണ് പ്രദീപ് വർമ്മ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും തൊട്ടടുത്ത ദിവസം തന്നെയാണ് നാളെ തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് പോകണം എന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രദീപ് വർമ്മയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഏതായാലും ഈ വിഷയത്തിൽ BJPക്ക് മുൻപാകെ തിരുവാഭരണപ്പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല മുൻപ് തന്നെ പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് മുന്നേ പരാതിയുമായി CPM മുന്നോട്ട് പോകുന്നത്.